സ്വരാജ് ഒരു കോളേജ് വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതൽക്കേ എനിക്കറിയാം. ഈ ചെറുപ്പക്കാരൻ്റെ പരന്ന വായന, അറിവ്, ധാർമ്മിക ബോധം ഇവയൊക്കെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എം സ്വരാജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള യൂണിയൻ ചെയർമാനായിരുന്നു. ഞാൻ വൈസ് ചാൻസലറായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരൊറ്റ വിദ്യാർത്ഥി സമരവും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്നതിൽ യൂണിയൻ ചെയർമാൻ എന്ന നിലയിലും വൈസ് ചാൻസലർ എന്ന നിലയിലും ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷാപൂർവ്വം നോക്കിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് എം സ്വരാജ്. അദ്ദേഹത്തിന് ഭാവിയെ സംബന്ധിച്ച് സുവ്യക്തമായ ദർശനമുണ്ട്, വലിയ സംഘടനാ പാഠവുമുണ്ട്. ആ ദർശനത്തോടും സംഘടനാ പാഠവത്തോടും കൂടി സമകാലിക പ്രശ്നങ്ങളെ ഫലപ്രദമായി പരിഹരിക്കാനുള്ള പ്രവർത്തന വൈഭവവും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതെല്ലാം ഇണങ്ങിച്ചേർന്ന ആദർശബോധവും ദർശനദീപ്തിയും കർമ്മശേഷിയും ഇണങ്ങിച്ചേർന്ന കാര്യക്ഷമത കൂടി ഞാൻ ചേർക്കണം, ഇണങ്ങിച്ചേർന്ന ഈ വ്യക്തിത്വം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് നാളെ വഹിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. രാഷ്ട്രീയ പ്രവർത്തനം കമ്മീഷൻ പൈസ വാങ്ങിക്കാനും അടുത്ത ഇലക്ഷന് മുമ്പ് ആളുകളെ പിടിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കി ആളുകളെ പിടിക്കാനും കൈക്കൂലി വാങ്ങിക്കാനും അധികാരം ദുർവിനിയോഗം ചെയ്യാനുമൊക്കെയുള്ള ആളുകളെ അല്ല ഒരിക്കലും നമ്മുടെ പ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പം സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതിഭാശാലികളായിരിക്കണം ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞു. പ്രതിഭാശാലിയായ ഒരാളെ ആണ് നമുക്ക് പ്രതിനിധിയായി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കാൻ കേരളത്തിൽ ഏറ്റവും യോഗ്യരായ ചെറുപ്പക്കാരിൽ ഒന്നാമനാണ് എം സ്വരാജ്. സ്വരാജ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു പോകുന്ന അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അറിയാത്ത എൻ വി കൃഷ്ണവാര്യർ വല്ലച്ചറകാരനാണോ എന്ന് ചോദിച്ചാൽ അറിയാത്ത പലരുമുണ്ട്. പക്ഷേ സ്വരാജ് എന്നെ അത്ഭുതപ്പെടുത്തി. എൻ വിയുടെ കവിതകളൊക്കെ ചൊല്ലുക. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ സംസ്കാരമായാലും കലയായാലും ഒക്കെ അറിയുന്ന ഒരു നേതാവ് നമുക്ക് വേണ്ടത് നല്ലതാണ്. സ്വരാജ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എഴുതുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വരാജിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ മുഴുവനും വളരെ ശ്രദ്ധയോടെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. ഇതിലെല്ലാം തെളിയുന്ന ചിത്രം യാതൊരു വിധത്തിലുള്ള ആശയ കാലുഷ്യവുമില്ലാതെ വളരെ തെളിമയാർന്ന ദൃഢമാർന്ന സമീപനങ്ങൾ, നിലപാടുകൾ ഈ ചെറുപ്പക്കാരൻ്റെ കൈമുതലായി. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. രാജ്യത്ത് കോവിഡ് കേസുകൾ 3000 കടന്നു. 24 മണിക്കൂറിനുള്ളിൽ 4 മരണം. പോരാളികളുടെ പോരാളി മുദ്രാവാക്യം മുഴക്കിയ അണികൾ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജിന് ആവേശ വരവേൽപ്പ്. തന്നെ കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞത് ചോദ്യം ചെയ്തു. മുൻ മാനേജറെ മർദ്ദിച്ചിട്ടില്ല ഉണ്ണി മുകുന്ദൻ. ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം. 2.0 ക്യാമ്പയിന് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. രാജ്യത്ത് കോവിഡ് കേസുകൾ 3000 കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 3395 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കേരളത്തിലാണ് രോഗവ്യാപനം കൂടുതൽ. 1336 പേർക്ക് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചതായും മരണം റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹി, കർണാടക, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഓരോ മരണം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 425 ഉൾപ്പെടെ രാജ്യത്താകെ 1435 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. മഹാരാഷ്ട്ര 467, ഡൽഹി 375, ഗുജറാത്ത് 265, കർണാടക 234, പശ്ചിമ ബംഗാൾ 205, തമിഴ്നാട് 185, ഉത്തർപ്രദേശ് 117 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾ. ഒമിക്രോൺ JN1 വകഭേദങ്ങളായ ALF7, LB 1.8 എന്നിവയാണ് രോഗവ്യാപന ശേഷി കൂടുതലാണ്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവരും ആശുപത്രികളിൽ പോകുന്നവരും മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിലെത്തിയ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് വൻ വരവേൽപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ വൻ ജനാവലിയാണ് സ്വീകരണം നൽകിയെത്തിയത്.
പോരാളികളുടെ പോരാളി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സ്വരാജിനെ CPM പ്രവർത്തകർ വരവേറ്റത്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുൾപ്പെടെ നാടാകെ ഒരുങ്ങിയെത്തിയിരിക്കുകയാണെന്നും ഹൃദയപൂർവ്വം ആ പിന്തുണ സ്വീകരിക്കുകയാണെന്നും M സ്വരാജ് പറഞ്ഞു. അൻവറിന്റെ നീക്കങ്ങൾ LDFന്റെ പ്രശ്നമല്ല, മറിച്ച് UDFന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിയുടെ നിറങ്ങൾക്കപ്പുറത്ത് ലഭിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും കൂടിയുള്ള പിന്തുണയാണ്. രാഷ്ട്രീയം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള, ഭാവി കേരളത്തിന് വേണ്ടിയുള്ളതാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളരും. ഇടതുപക്ഷത്തിൻ്റെത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നിലമ്പൂരിൽ നിറമുള്ള വിജയം നേടും. മെച്ചപ്പെട്ടൊരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് ഇടതുപക്ഷ സർക്കാരിന് 3 ഊഴം നൽകുന്നതിന് നന്ദിയായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറും, സ്വരാജ് പറഞ്ഞു. കളം പിടിക്കാൻ LDF സ്ഥാനാർത്ഥി M സ്വരാജ് കൂടി നിലമ്പൂരിലെത്തിയതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ്. തന്റെ മുൻ മാനേജറായ ചങ്ങനാശ്ശേരി സ്വദേശി വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. മർദ്ദിച്ചെന്ന് തെളിഞ്ഞാൽ സിനിമ അഭിനയം നിർത്തുമെന്നും നടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തർക്കത്തിനിടെ വിപിൻ കുമാറിന്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞതു എന്നത് ശരിയാണ്. അയാളെ കണ്ട് വൈകാരികമായി സംസാരിച്ചപ്പോൾ സംഭവിച്ചു പോയതാണ്. ഇത് സാക്ഷിയായ മറ്റൊരു സുഹൃത്ത് ഇക്കാര്യം ഇൻഫോപാക് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്നെക്കുറിച്ച് വിപിൻ കുമാർ മോശമായി പലതും പറഞ്ഞിരുന്നു. ഒരു നടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമാണ് വിപിൻ കുമാറുമായി സംസാരിച്ചത്. സംസാരത്തിനൊടുവിൽ വിപിൻ കരയുകയും മാപ്പ് പറയുകയും ചെയ്തെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. തനിക്കെതിരെ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. വൈകാരികമായി സംസാരിച്ചു എന്നത് കണ്ണട എറിഞ്ഞു പൊട്ടിച്ചു എന്നുള്ളതും ശരിയാണ്. ടോവിനോയുടെ സിനിമ നരിവേട്ടയുടെ പോസ്റ്റർ ഷെയർ ചെയ്തതിനാണ് വിപിനെ മർദ്ദിച്ചതെന്ന് മെനയുണ്ടാക്കിയ കഥയാണ്. ടോവിനോ അടുത്ത സുഹൃത്താണ്. നടന്മാരായ തങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. വിപിനെതിരെ ഫെഫ്കയിൽ പരാതിയുണ്ടോ? വിപിൻ ഫെഫ്ക അംഗമല്ല. 2 സ്ത്രീകൾ വിപിനെതിരെ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അതേസമയം കേസിൽ ഉണ്ണി മുകുന്ദന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെന്ന് ഇൻഫോപാക് പോലീസ് ജില്ലാ സെഷൻസ് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണിത്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടതിന് മാനേജർ വിപിൻ കുമാറിനെ നടൻ മർദ്ദിച്ചെന്നായിരുന്നു കേസ്. ലോക പുകയില വിരുദ്ധ ദിനമായി മെയ് 31 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 വരെയാണ് ക്യാമ്പയിൻ. 2ാം ഘട്ടത്തിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പതനാർബുദം, വൻകുടൽ ക്യാൻസർ എന്നിവ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ പുകയിലക്കെതിരെ ബോധവൽക്കരണം നടത്തും. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ 1ാം ഘട്ടമായി സ്ത്രീകളിൽ ക്യാൻസർ നിയന്ത്രണ പരിപാടിയാണ് നടത്തിയത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആദ്യ നടപടി എന്ന നിലയിൽ കുട്ടികൾക്കിടയിലും പുകയില ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് നടത്തുന്നത്. ജൂൺ മാസത്തോടെ ജില്ലയിലെ വിദ്യാലയങ്ങൾ പുകയില രഹിതമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പതനാർബുദം പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കും. ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകൾ ശക്തിപ്പെടുത്തും. പുകയില ക്യാമ്പയിനുകളുടെ തന്ത്രങ്ങൾ തുറന്നുകാട്ടാം എന്നതാണ് ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, അസിസ്റ്റന്റ് കളക്ടർ അഹിദേത മുഫ്സിർ, DMO ഡോക്ടർ M പീയൂഷ് നമ്പൂതിരിപ്പാട്, ഡെപ്യൂട്ടി DMO ഡോക്ടർ KT രേഖ, NHM DPM ഡോക്ടർ അനിൽകുമാർ, ഡെപ്യൂട്ടി DMO SS ആർദ്ര, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യം ആനന്ദം അകറ്റാം, അർബുദം 2.0 ക്യാമ്പയിന് തുടക്കം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം, അർബുദം 2.0 പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും KP മോഹനൻ MLA നിർവഹിച്ചു. പുകയിലക്കെതിരെ പുതുതലമുറയ്ക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണം കൊണ്ടുവരണമെന്നും എല്ലാവരും ക്യാമ്പയിന്റെ ഭാഗമായി സഹകരിക്കണമെന്നും MLA പറഞ്ഞു. കണ്ണൂർ ഡിപ്പോ വീണ്ടും 1ാമത്. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി നടത്തിയ ടൂർ പാക്കേജുകളിൽ സംസ്ഥാന തലത്തിൽ കൂടുതൽ വരുമാനം നേടി കണ്ണൂർ ഡിപ്പോ 1ാം സ്ഥാനം നിലനിർത്തി. DTO V മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനമാണ് യൂണിറ്റിന്റെ ഈ നേട്ടത്തിലെത്തിച്ചത്. ഇതിന്റെ തുടർച്ചയായി മലക്കപ്പാറ, കുട്ടനാട്, കൊട്ടിയൂർ, മൂകാംബിക, കുടജാദ്രി, പൈതൽമല, റാണിപുരം, നിലമ്പൂർ, മിനി ഊട്ടി, വയനാട്, കോഴിക്കോട്, സൈലന്റ് വാലി, മലമ്പുഴ പാക്കേജുകളും
KSRTC ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും 9497 007 857 8089463675 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. EK പത്മനാഭൻ വിരമിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ സർവീസിൽ നിന്നും വിരമിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളുടെ ചുമതല വഹിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിരിക്കെ ജില്ലയിലെ ലൈബ്രറികളെ കോർത്തിണക്കി ആവിഷ്കരിച്ച PRD സഹായ കേന്ദ്രം പദ്ധതി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2012 തിരുവനന്തപുരം ജില്ലയിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായി സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായും അസിസ്റ്റന്റ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. 19 വർഷം ദേശാഭിമാനി ദിനപത്രത്തിൽ ബ്യൂറോ ചീഫ്, ചീഫ് സബ് എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലയിലെ കരിയാട് സ്വദേശിയാണ്. ഭാര്യ വിചിത്ര, മക്കൾ അനഘനന്ദ, അധീന. EK പത്മനാഭന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ യാത്രയയപ്പ് നൽകി. KV സുമേഷ് MLA ഉപഹാരം നൽകി. കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, കണ്ണൂർ അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ മത്തായി, ആലപ്പുഴ AIO PS സജിമോൻ, കണ്ണൂർ AIO ആശ സിജി, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം P ഗോപി, സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള ജില്ലാ പ്രസിഡന്റ് TP വിജയൻ, സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ, K ഗോപി, K ജയപ്രകാശ്, P നിജ, വിഷ്ണു പ്രസാദ്, TL രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷക്കെടുതി തുടരുന്നു. ശനിയാഴ്ച കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ താലൂക്കിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മക്രേരി വില്ലേജിൽ 10-ാം വാർഡിൽ സൗദാമിനി പണിക്കന്റെ വീട്ടിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ഇവരുടെ ബന്ധുവീട്ടിലേക്ക് സുരക്ഷിതമായി മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകി. മുഴപ്പിലങ്ങാട് 1-ാം വാർഡിൽ NK ഹമീദ് എന്നിവരുടെ വീട് കനത്ത കാറ്റിൽ തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. ചേലോറ തിലാനൂരിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിൽ C കരുണാകരന്റെ വീടിന്റെ ചുറ്റുമതിൽ ഭാഗികമായി തകർന്നു. നാറാത്ത് വില്ലേജിൽ കരിപ്പിടി ഹൗസിൽ സുമയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീടിന് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു. ചെറുകുന്ന് കുന്നനക്കാട് തായയിലെ തറമ്മൽ ബാലകൃഷ്ണന്റെ വീട് പൂർണ്ണമായി തകർന്നു കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറി. ഇരിക്കൂർ വില്ലേജിൽ കുട്ടാവിൽ വെള്ളക്കെട്ടുണ്ടായി. കുവേരി വില്ലേജിലെ നടമ്പ്രാത്ത് അനീഷിന്റെ കിണർ ഇടിഞ്ഞു. തലശ്ശേരി വില്ലേജിലെ കൊടുവള്ളിയിലെ PP മജീദിന്റെ വീടിന്റെ ചുമരിൽ വിള്ളൽ വീഴുകയും മേൽക്കൂര തകരുകയും ചെയ്തു. മൊറക്കാൻ ശാരദയുടെ വീട് മരം പൊട്ടി വീണ് മേൽക്കൂര തകർന്നു. M രഞ്ജിത്തിന്റെ വീടിന്റെ ഇടിമിന്നലേറ്റ് കോൺക്രീറ്റ് സൺഷേഡ് അടർന്നു വീണ് ഇലക്ട്രിക് ഉപകരണങ്ങൾ, മെയിൻ സ്വിച്ച്, മീറ്റർ എന്നിവ നശിച്ചുപോയി. AC ഗിരീഷ് കുമാറിന്റെ വീട് തെങ്ങ് വീണ് കോൺക്രീറ്റ് പൊട്ടി തകർന്നു. ബേക്കളം വില്ലേജിലെ കരിപ്പോട്ടിൽ മേരിയുടെ വീട് കനത്ത കാറ്റിലും മഴയിലും പൂർണ്ണമായും തകർന്നു. കണ്ണവം വില്ലേജിലെ സഹദേവൻ കല്ലേരിക്കരമിലെ വീടിന്റെ വർക്ക് ഏരിയയുടെ മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടമുണ്ടായി. ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ കർക്കശ പരിശോധനയും നടപടിയും സ്വീകരിക്കും. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ രാസലഹരി ഉൾപ്പെടെ എല്ലാ വിധത്തിലുമുള്ള ലഹരികൾക്കും മയക്കുമരുന്നിനും എതിരെ കർക്കശ പരിശോധനയും നടപടിയും സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ വിദ്യാലയങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തും. പുകയിലയും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്ന കടകൾ കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപനങ്ങളും എക്സൈസ് വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തി ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ലഹരിക്കെതിരായ നടപടികൾക്ക് വിദ്യാർത്ഥികളിൽ നിന്നും വിവരം ശേഖരിക്കും. എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ തുറന്ന് ഒരാഴ്ചക്കകം ജാഗ്രതാ സമിതികൾ ചേരാൻ യോഗം തീരുമാനിച്ചു. KV സുമേഷ് MLA ആണ് യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കളക്ട്രേറ്റ് വളപ്പിൽ 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സൗഹൃദ കേന്ദ്രത്തിന്റെ നിർമ്മാണം ജൂൺ 10 ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉളിക്കൽ മുതൽ കൊളിത്തട്ട് വരെയുള്ള ഭാഗത്ത്, കണിയാർ വയൽ ഉളിക്കൽ റോഡിൽ മഞ്ചക്കൻ മണ്ണേരി ഭാഗത്ത് ജലജീവൻ മിഷൻ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴികൾ അടച്ചുവെന്നും ഇത്തരം പ്രവൃത്തികൾ എല്ലാവിധ മുൻകരുതലും എടുത്ത ശേഷമാണ് ചെയ്യാറുള്ളതെന്നും ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ 2 നഗരസഭകളിലും 5 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ
കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും പാനൂർ നഗരസഭാ സെക്രട്ടറിയും അറിയിച്ചു. തൃപ്പങ്ങോട്ടൂർ, പാട്യം പഞ്ചായത്തുകളിൽ അനുവദിച്ച അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട പാട്യം പഞ്ചായത്തിലെ കടവിൽ മുണ്ടയാട് നഗർ പ്രവർത്തികൾക്ക് പഞ്ചായത്ത് DPR ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ITDPC പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. എന്നാൽ നരീക്കോട്ട് മലനഗർ പ്രവൃത്തിക്ക് ജൂൺ 15 മുൻപ് DPR ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. നടാൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് പദ്ധതി പ്രദേശത്ത് ട്രൈബൽ സെറ്റിൽമെന്റ് ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് നടപടികൾ എടുക്കാൻ ITDPക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾക്ക് സമയബന്ധിതമായി എസ്റ്റിമേറ്റ് നൽകുന്നതിന് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി LSGD ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കാലവർഷത്തിൽ ഉണ്ടാകുന്ന വിളനാശത്തിന് ധനസഹായം നൽകുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് കൃഷി വകുപ്പിന് കലക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഉണ്ടായ കൃഷിനാശത്തിന് അടിയന്തര നടപടിയെടുക്കാൻ ദേശീയപാത പ്രൊജക്ട് ഓഫീസർക്ക് കലക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ അധ്യക്ഷനായ യോഗത്തിൽ MLA മാരായ KP മോഹനൻ, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, അസിസ്റ്റന്റ് കളക്ടർ എഹ്തേത്ത മുഫ്സർ എന്നിവർ പങ്കെടുത്തു. പാസിംഗ് ഔട്ട് പരേഡ് 186 ട്രെയിനുകൾ ഇന്ത്യൻ നാവിക സേനയുടെ ഭാഗമായി. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും 186 ട്രെയിനുകൾ പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് അഭിവാദ്യം സ്വീകരിച്ചു. ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സ്, നേവൽ ഓറിയന്റേഷൻ കോഴ്സ്, നേവൽ ഓറിയന്റേഷൻ റെഗുലർ, നേവൽ ഓറിയന്റേഷൻ കോസ്റ്റ് ഗാർഡ് എന്നിവയിലെ കേഡറ്റുകൾ, മിഡ്ഷിപ്പ്മെൻ ഉൾപ്പെടെ 186 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇവരിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ടാൻസാനിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള കേഡറ്റുകളും ഉൾപ്പെടുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാവിക പരിശീലന മികവ് പ്രദർശിപ്പിക്കുന്ന വേദിയാണിതെന്നും പരിശീലനം പൂർത്തിയായവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായും കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പരേഡ് അവലോകനം ചെയ്തു. ബിടെക് കോഴ്സിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിന് നകുൽ സക്സേന അർഹനായി. ഏറ്റവും മികച്ച കേഡറ്റിനുള്ള രാജ്യ രക്ഷാമന്ത്രി ട്രോഫി ടാൻസാനിയയിൽ നിന്നുമുള്ള കിയോണ്ടോ മൈക്കൽ ഫ്ലോറൻസിന് ലഭിച്ചു. മുൻ NTA ട്രെയിനികളിൽ മെറിറ്റിൽ മികവ് തെളിച്ച് നിതിൻ S. നായർ, പവാർ രോഹിത് പ്രകാശ്, രജനീഷ് സിംഗ്, കൊമ്മു ഡേവിഡ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. അക്കാദമിക് സർവീസ് വിഷയങ്ങൾ, ഔട്ട്ഡോർ പരിശീലനം, ഡ്രിൽ, സ്പോർട്സ്, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പരിശീലനങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചതിന് ചീറ്റ സ്ക്വാഡ്രൺ കമാൻഡിന്റെ ചാമ്പ്യൻ സ്ക്വാഡ്രൺ ബാനർ ലഭിച്ചു. FOCNC സൗത്ത് INA കമാൻഡന്മാരും പരിശീലകരും മാതാപിതാക്കളും പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാരെ സ്ട്രിപ്പുകൾ അണിയിച്ചു. ഇവർ നാവികസേനാ കപ്പലുകളിലും ഇതര സ്ഥാപനങ്ങളിലും സവിശേഷ പരിശീലനം നേടും. INA കമാൻഡന്റ് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ, ബ്രഹ്മോസ് എയർസോഫ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജയ്തീർത്ത് R. ജോഷി, അസിസ്റ്റന്റ് ചീഫ് ഓഫ് മെറ്റീരിയൽ RADM C. രംഗുറാം, ചീഫ് സ്റ്റാഫ് ഓഫീസർ RADM BS സോദി, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ, പരിശീലകരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടി വേണം കലക്ടർ. കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ഭൂമിയിലും സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് കൈവശ ഭൂമിയിലും നിൽക്കുന്ന അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശം അനുസരിക്കാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വകുപ്പുകൾക്കുമായിരിക്കും അവരവരുടെ ഭൂമിയിലെ മരം വീണുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യതയെന്ന് കളക്ടർ വ്യക്തമാക്കി. സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റാൻ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238 പ്രകാരം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരിൽ നിക്ഷിപ്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികളോ നിർദ്ദേശങ്ങളോ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238 പ്രകാരം ഉടൻ തീർപ്പാക്കണം. മരങ്ങളോ മരച്ചില്ലുകളോ വീണ് നാശനഷ്ടം ഉണ്ടാകുന്നില്ലെന്ന് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണം.
വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റും കൈവശ ഭൂമിയിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, മരച്ചില്ലകൾ കണ്ടെത്തി മുറിച്ചു മാറ്റാനുള്ള അടിയന്തര നടപടി അതത് വകുപ്പുകളും ഏജൻസികളും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും സ്വീകരിച്ച് അപകട ഭീഷണി ഒഴിവായി എന്ന് ഉറപ്പുവരുത്തണം. ഈ പ്രവൃത്തിക്കായുള്ള തുക അതാത് വകുപ്പുകൾ കണ്ടെത്തണം. മരങ്ങൾ, ചില്ലകൾ മുറിച്ചു മാറ്റുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടിയന്തരമല്ലാത്ത സാഹചര്യത്തിൽ ട്രീ കമ്മിറ്റി ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ മരങ്ങൾ, ചില്ലകൾ മുറിക്കാവൂ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.